വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് നല്ല അടിപൊളി പഴുത്ത തക്കാളി കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഒരുപാട് നാളെയല്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതൊക്കെ യൂസ് ചെയ്യുന്നത്, അപ്പം നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം നല്ല പഴുത്ത തക്കാളി നന്നായിട്ട് തൊലി അതിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് നന്നായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ട് ഒരു 3-4-5 വെളുത്തുള്ളിയും ഒരു മറ്റേ ഗ്രാമ്പൂ ഉണ്ടല്ലോ, ഗ്രാമ്പൂവും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക കേട്ടോ. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. നമുക്ക് വേണമെങ്കിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വരും. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ നല്ല ജ്യൂസി പരുവത്തിൽ മിക്സ് ചെയ്തങ്ങ് എടുക്കുക. എത്ര തന്നെ ജ്യൂസായിട്ട് അടിച്ചു കഴിഞ്ഞാലും തക്കാളി നല്ലതുപോലെ അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുക്കുമ്പോൾ കുറച്ചെങ്കിലും കൊത്ത് അതിൻ്റെ അറ്റത്ത് ലാസ്റ്റ് കാണും. അത് നമുക്ക് ആവശ്യമില്ല. നല്ലതായിട്ട് അരിച്ചെടുത്ത ഭാഗം മാത്രം നമുക്ക് മതി കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു അട്ടിക്കട്ടിയുള്ള പാത്രവും കൂടി വെച്ചിട്ട് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയോ വെള്ളമോ വേറെ ഒന്നും ചേർക്കരുത്. ആ സെയിം പൾപ്പ് തന്നെ നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ. നല്ല ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ. അടിപൊളി ടേസ്റ്റായിട്ടുള്ള കെച്ചപ്പ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി നമ്മൾ 1 സ്പൂണ് മുളക് പൊടി, എരിയുള്ളതാണെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ 1 സ്പൂൺ പഞ്ചസാര, അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാവേ. പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുക. അടിപൊളിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കണേ. ഇതൊരു 10-20 മിനിറ്റത്തെ ഒരു പ്രോസസ്സാണ് കേട്ടോ. നന്നായിട്ട് വറ്റിച്ച് വരുമ്പോൾ ഇതിൻ്റെ കളറും മാറും. ഞാൻ ആദ്യം വെച്ചപ്പോൾ നല്ല ഡബിൾ സൈസിൽ വെള്ളം ഉണ്ടായിരുന്നു, ആ ഒരു പൾപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് വറ്റി നല്ല കളറൊക്കെ ഇങ്ങോട്ട് മാറി അടിപൊളി നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കെച്ചപ്പായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അതുപോലെ ആവാനായിട്ട് നമ്മളിതിൽ അവസാനം 1 ടീസ്പൂൺ നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ അത് ചേർക്കണം. 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അതുകൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കെച്ചപ്പ് റെഡി ആവും കേട്ടോ. പക്ഷെ നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്, എന്താ പറയുക, വെറൈറ്റി വീഡിയോസൊക്കെ നമ്മൾ ആഡ് ചെയ്യും. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് കൂടുന്നില്ല. അപ്പോൾ ഈ വ്യൂസ് കാണുന്നവരെ ഇടയ്ക്കൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി പോകണം കേട്ടോ. ആ ഒരു സപ്പോർട്ടും കൂടി കിട്ടുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ പ്രചോദനമാവുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ സ്റ്റേ ട്യൂൺ. ബൈ.